അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഷൂട്ടാണ്. അപ്പം 2 പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. 2 പ്രോഡക്റ്റിലും അപ്പം പ്രോപ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ബലൂണാണ്. ആ ബലൂണിൽ നമ്മളെ ഇൻസുലേഷൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു നന്നായിട്ടൊരു ഷൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും ഫസ്റ്റ് നമ്മൾ ബലൂൺ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എയർ അടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഇൻസുലേഷൻ നമ്മൾ ആഡ് ചെയ്യണം. ഇൻസുലേഷൻ ആഡ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. വെയിറ്റ് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഇൻസുലേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇൻസുലേഷൻ പൊടിഞ്ഞു പോകുന്നു. ഓക്കെ, ഇൻസുലേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്റർ വരുന്ന രീതിയിൽ തന്നെ ഒന്നൊന്ന് വയ്ക്കുക. അപ്പം ബലൂണ് ഏത് രീതിയിൽ ചിലപ്പം പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. കാരണം അപ്പം അതനുസരിച്ച് നമുക്കിങ്ങനെ ഇൻസുലേഷൻ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ട് മാക്സിമം ഒന്ന് വലിച്ചെടുത്തിട്ട് അതിനൊന്ന് റൗണ്ട് ചെയ്ത് വന്നാൽ മതി. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു നമുക്കൊരിത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ബലൂണ് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരട്ടെ. ഓക്കെ, അങ്ങനെ നല്ല റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം നന്നായിട്ട് വലിച്ചെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം അതേ ഇതിൽ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻസുലേഷൻ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിന് ഒന്ന് ബലൂണ് ഒന്ന് നമ്മൾ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ, ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അടുത്താണെങ്കിൽ പ്രോഡക്റ്റ് ഫസ്റ്റ് നമുക്ക് OGയുടെ സ്പ്രേ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡിലൊന്ന് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം ഇതിൽ നമുക്കൊരു ഷൂട്ട് ഫസ്റ്റ് എടുത്ത് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് അതേ സെയിം ഇതിൽ തന്നെ. അപ്പോൾ 2 പ്രോഡക്റ്റ് ഒരേ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മുടെ ബലൂണ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതിനൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ പ്രോഡക്റ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോഡക്റ്റ് നമ്മുടെ ഫിംഗർ വരാതിരിക്കാൻ മാക്സിമം ഒന്ന് ശ്രമിക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ നമ്മുടെ ഫ്രണ്ട് പോർഷനിലൊന്നും നമ്മൾ ഫിംഗർ വരാത്ത രീതിയിൽ ബാക്ക് സൈഡിൽ കൈ വെച്ചിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം ഒരു ഇതായി. അപ്പം അടുത്ത് നമുക്കിനി ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് കൂടെ നോക്കാം. ഈ ഒരു ഇതിൽ ലൈറ്റ് ഇവിടെ വരും, അത് ഫ്രണ്ട് ലൈറ്റ് ഒരു വരും. അടുത്ത് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു ഷാഡോയും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൺ ലൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ബാക്കിലോട്ട് ജസ്റ്റ് ഒരു ഷാഡോയും കൂടെ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലും കിട്ടും. അതനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റിന് നല്ലൊരു ഫീലും ഉണ്ടായിരിക്കും. ഷാഡോ കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പടത്തിന് വേറൊരു ഫീല് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആംഗിൾ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ സൈഡ് നല്ലൊരു ഷാഡോ ഉണ്ട്. അതായത് പ്രോഡക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നല്ലൊരു ഷാഡോ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇതിൽ നിന്നും ഒരു റിഫ്ലക്ഷൻ വരാതെ നമ്മൾ മാക്സിമം ഒന്ന് സൂക്ഷിച്ച് എടുത്താൽ മാത്രം മതി. നല്ലൊരു ഫോട്ടോ ഈ പ്രോഡക്റ്റ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രോഡക്റ്റ് നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് ഈ രണ്ടിൻ്റെയും ആഫ്റ്റർ ഫോട്ടോയും ബിഫോർ ഫോട്ടോയും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഷൂട്ട് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ചെയ്ത് ഉറപ്പായിട്ടും നമുക്ക് പ്രോഡക്റ്റ് ഷൂട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ഷൂട്ടുകൾ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാവുന്നതാണ്. ബൈ ബൈ.